അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, ഞാൻ ഇന്നലെ ഒരു പ്രസിദ്ധനായ ഒരു വൈദ്യനെ കണ്ടിരുന്നു. അതായത് ചെറുപ്പകാലത്തിൽ തന്നെ നര ബാധിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആ വൈദ്യനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ആ വൈദ്യൻ എനിക്കൊരു 6 തരം ഒറ്റമൂലികൾ പറഞ്ഞു തന്നു. ആ വിഷയമാണ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, ഞാൻ അവസാനമായിട്ട് ആ വൈദ്യനോട് ചോദിച്ചു, ഈ 6 തരം ഒറ്റമൂലികൾ ഉപയോഗിച്ചിട്ട് ആളുകൾക്കൊക്കെ റിസൾട്ട് ഉണ്ടോ, അവരുടെ നരകളൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വൈദ്യൻ എന്നോട് പറഞ്ഞത്, ഇത് ഉപയോഗിച്ചിട്ട് 100-ൽ 95% ആളുകൾക്കും റിസൾട്ട് ഉണ്ട് എന്ന് ആ വൈദ്യൻ എന്നോട് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം, ഈ മരുന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത്. നമുക്കറിയാം, 50 വയസ്സായവർക്കും അല്ലെങ്കിൽ 50 വയസ്സിൻ്റെ മുകളിലുള്ളവർക്കൊക്കെ നര സംഭവിക്കും. തലയിലെ മുടിയും അതുപോലെ താടി മീശ ഒക്കെ നിരച്ചു തുടങ്ങും. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ ഒരു 20 വയസ്സിലോ അല്ലെങ്കിൽ ഒരു 30 വയസ്സിലോ അല്ലെങ്കിൽ കുട്ടിപ്രായത്തിൽ തന്നെ തലമുടി നരക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ചെറുപ്രായത്തിൽ തന്നെ മുടിയൊക്കെ നരച്ചു കഴിഞ്ഞാൽ നമ്മെ ആളുകൾ കളിയാക്കും. എടാ, ഇപ്പോൾ തന്നെ നിൻ്റെ മുടി നരച്ചല്ലോ, കിളവനായല്ലോ അല്ലെങ്കിൽ കിളവിയായല്ലോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നമ്മെ വളരെ വലിയ രീതിയിൽ കളിയാക്കും. ഇങ്ങനെ ആളുകളുടെ പരിഹാസം സഹിക്കാൻ കഴിയാതെ എത്രയോ ആളുകളുണ്ട് വിഷമിച്ചിരിക്കുന്നവർ. ഒന്ന് വീടിൻ്റെ പുറത്തിറങ്ങാൻ പോലും വലിയ മടിയുള്ളവർ എത്രയോ ആളുകളുണ്ട്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന സഹോദര സഹോദരിമാരൊക്കെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ 6 മരുന്നുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിന് ഫലം കിട്ടും. എന്നാൽ 50 വയസ്സിൻ്റെ മുകളിലുള്ളവരൊന്നും ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് അകാല നര വരുമല്ലോ, ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെയൊക്കെ അകാല നര വന്ന് തലമുടി നരക്കുന്ന ആളുകൾ മാത്രം ഈ മരുന്ന് ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ പ്രായമായവർക്ക് സാധാരണയായിട്ട് തലയിലെ മുടി നരച്ചു പോകും. എന്നാൽ അവരുടെ തലയിലെ മുടി കറുപ്പ് നിറമാകാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല, അത് ഫലം ചെയ്യുകയില്ല. പ്രായമാവുമ്പോൾ എല്ലാവർക്കും തലയിലെ മുടി നരക്കും, അതുപോലെ ശരീരത്തിലെ തൊലി ചുളിവ് സംഭവിക്കും. ഇതൊക്കെ സർവ്വസാധാരണയാണ്. അതിന് മരുന്ന് കഴിച്ചിട്ടോ മരുന്നുകൾ ഉപയോഗിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ഇത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ആ വൈദ്യൻ എനിക്ക് സജസ്റ്റ് ചെയ്ത ഈ മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് അകാലനര സംഭവിക്കുന്നതിന് ശാസ്ത്രം അതിന് കാരണമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ശാസ്ത്രം പറയുന്നത്, ചില ആളുകൾക്ക് അകാലനര സംഭവിക്കുന്നത് പാരമ്പര്യമായിട്ടാണ്. അതായത് നമുക്ക് അകാലനര ഉണ്ടെങ്കിൽ നമ്മുടെ ബാപ്പക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മക്കോ നമ്മുടെ വലിയുമ്മക്കോ വലിയുപ്പക്കോ ആർക്കെങ്കിലും അകാലനര സംഭവിച്ചാൽ അവരുടെ മക്കൾക്കും പേരമക്കൾക്കൊക്കെ അത് ഉണ്ടാകാൻ കാരണമാകും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ ചില രോഗങ്ങൾ പിടിപെട്ടാൽ തലമുടി നരക്കും, അകാലനര സംഭവിക്കും. മാത്രമല്ല, ചില മരുന്നുകൾ കഴിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം തലമുടി നരക്കുന്ന എത്രയോ അനുഭവമുണ്ട്. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ തലമുടി നരക്കും, തലയിലെ മുടി കൊഴിഞ്ഞു പോകും, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയും, പ്രതിരോധശേഷി കുറയും. അങ്ങനെയൊക്കെ ചില മരുന്നുകൾ കഴിച്ചാൽ സംഭവിക്കും. ഒരു രോഗം പിടിപെട്ട് ആ രോഗം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മരുന്ന് കുടിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആ രോഗം മാറിയേക്കാം, എന്നാൽ ആ മരുന്ന് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ മറ്റു പല രോഗങ്ങളും വന്നു ചേരും. ചെറുപ്പത്തിൽ തന്നെ അകാലനിര സംഭവിക്കുന്നതിന് കാരണമായി ശാസ്ത്രം പ്രധാനമായിട്ടും പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ടെൻഷൻ. നമുക്കറിയാം, ഒരുപാട് ആളുകൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ, യുവത്വം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ തലയിലെ മുടിയും താടിയും മീശയുമൊക്കെ നരച്ച എത്രയോ ആളുകളുണ്ട്. അതിന് ഡോക്ടർമാർ പറയുന്നത് പ്രധാനമായിട്ടും ടെൻഷൻ കാരണമാണ്. അവരുടെ ജീവിതത്തിൽ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ
അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ടെൻഷനടിച്ച് തല പുണ്ണാകുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അകാലനര സംഭവിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും സമ്മിശ്രിതമായ ഒരു ജീവിതമാണ്. എന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതാലോചിച്ചു കൊണ്ട് ടെൻഷൻ അടിച്ച് നടക്കരുത്. നമ്മൾ അതിനുള്ള പ്രതിവിധി എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ്, അത് കണ്ടെത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ശരീരത്തിന് പല പ്രശ്നങ്ങളും പല രോഗങ്ങളും ഉണ്ടാകും. തലമുടി നരയ്ക്കാൻ പ്രധാന കാരണം ശാസ്ത്രം എടുത്തു പറഞ്ഞത് ടെൻഷനാണ്. നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാക്കേണ്ടത് നാം തന്നെയാണ്. ആരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുതരില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്തും നമ്മുടെ മനസ്സിനെ ടെൻഷൻ അടിക്കാൻ സമ്മതിക്കാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ആ വൈദ്യൻ എനിക്ക് പറഞ്ഞു തന്ന 6 തരം മരുന്നുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും നിരയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും എന്നാണ് ആ പ്രശസ്ത വൈദ്യൻ എന്നോട് പറഞ്ഞത്. ഏതായാലും ഞാൻ ആ മരുന്നുകൾ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തേതാണ് നെല്ലിക്ക. നെല്ലിക്ക നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങാടികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന, എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഒരു വസ്തുവാണ് നെല്ലിക്ക. ഈ നെല്ലിക്ക നിങ്ങൾ ചെയ്യേണ്ടത് നല്ലതുപോലെ ചൂടാക്കുക. നല്ലതുപോലെ ചൂടാക്കിയതിൻ്റെ ശേഷം ആ വെള്ളം ആറിയതിൻ്റെ ശേഷം ആ വെള്ളം കൊണ്ട് നമ്മുടെ തല നല്ലതുപോലെ കഴുകുക. അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു മാസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ അകാലനര മാറിക്കിട്ടും എന്നാണ് ആ വൈദ്യൻ പറഞ്ഞു തന്നത്. നെല്ലിക്ക ചൂടാക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. നല്ല തിളച്ചതിന് ശേഷം ആ വെള്ളം ചൂടാറിയതിന് ശേഷം ആ വെള്ളം കൊണ്ട് നിങ്ങളുടെ തല കഴുകുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമതായി ആ വൈദ്യൻ പറഞ്ഞു തന്ന മരുന്നാണ്, നമ്മിൽ പലരും നിത്യവും കുടിക്കുന്ന ഒരു പാനീയമാണ് കട്ടൻ ചായ. ചൂടാറിയ കട്ടൻ ചായ കൊണ്ട് ഈ അകാലനിരയുള്ള ആളുകൾ അവരുടെ തലമുടി കഴുകുക. എന്നാൽ അകാലനിര മാറാൻ അത് കാരണമാകുമെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേത് അല്പം ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. നമ്മുടെ വീട്ടിലുള്ള തേങ്ങയൊക്കെ മില്ലിൽ കൊണ്ടുപോയി ആട്ടിയെടുത്ത ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് ലേശം ബദാം അരച്ചെടുക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണയും ആ ബദാമും കൂടി മിക്സ് ചെയ്ത് തലയിൽ പുരട്ടുക. തലയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകിക്കളയുക. ഇതും അതിനൊരു പരിഹാരമാണ് എന്നാണ് പറയുന്നത്. നാലാമത്തേതാണ് കരിഞ്ജീരകം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒന്നാണ്. മരണമില്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അതിൽ മരുന്നുണ്ട് എന്നാണ് കരിഞ്ജീരകം. വൈദ്യൻ പറഞ്ഞത്, നിങ്ങൾ കുറച്ച് കരിഞ്ജീരകം എടുത്ത് അത് കുറച്ച് വെള്ളത്തിൽ കുത്തിയെടുത്ത് അതൊരു കുഴമ്പ് രൂപത്തിലാക്കുക. എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ തലയിൽ പുരട്ടുക. ഇതും നിങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക. അകാലനിര മാറാൻ ഇതും ഒരു പരിഹാര മാർഗമാണ്. ഇനി അഞ്ചാമത്തേത്, വെളിച്ചെണ്ണയിൽ നിങ്ങൾ മൈലാഞ്ചി അരച്ചെടുക്കുക. എന്നിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ തലയിൽ പുരട്ടുക. അതും നിങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ കഴുകിക്കളയുക. ഇനി അവസാനത്തേത്, ആറാമത്തേത്, ചെറുപയർ നല്ലതുപോലെ പൊടിച്ചിട്ട് അത് വെള്ളം ഉപയോഗിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി അത് നിങ്ങളുടെ തലയിൽ തേക്കുക. എന്നിട്ട് നിങ്ങൾ കുളിക്കുക. ഈ കുഴമ്പ് നിങ്ങൾ തലയിൽ തേച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുളിക്കുക. ഇതും തലയിലെ അകാലനിര മാറാൻ കാരണമാകുമെന്നാണ് ആ വൈദ്യൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ 6 മരുന്നുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുക.
ബിസ്മി ചൊല്ലിക്കൊണ്ട് പരീക്ഷിക്കുക. അതിന് ഫലം കിട്ടും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ എടുത്തു കളയട്ടെ. ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ സന്താനങ്ങൾ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.